ഷഹല, എൻ്റെ പൊന്നു മോളെ, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? നീ നാട് വിട്ടിട്ടില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ മറ്റവനും കൂടി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഒളിച്ചിരുന്നോ? അതാണ് നിനക്കും അവനും ഇഷ്ടമെങ്കിൽ ഒളിച്ചിരുന്നോ. പക്ഷെ ആ പൈതലിനെ അവൻ്റെ അച്ഛനെ ഏൽപ്പിക്കുക. അതായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കും കുറച്ചുകൂടെ സൗകര്യം. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഷഹല, പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തി തരണ്ടായിരിക്കുമല്ലോ അല്ലേ? ഷഹല എന്ന് പറയുന്ന സുന്ദരിയായിട്ടുള്ള ആ മോളെ വേണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞതാണ്. ഒരു പാവം മനുഷ്യൻ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് കരഞ്ഞ് ആ മനുഷ്യൻ്റെ അവസ്ഥ നമ്മളോട് എല്ലാവരോടും പറഞ്ഞതാണ്. ഏകദേശം 4 കൊല്ലമായി അദ്ദേഹം വിദേശത്താണ്. 2 കൊല്ലങ്ങൾക്ക് മുമ്പൊന്ന് വന്നു, അതിന് ശേഷം ഇപ്പോൾ വരാനിരുന്നതാണ്. പക്ഷേ ആ വരാനിരിക്കുന്ന സമയത്തിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് നാട്ടിലെത്തേണ്ട വന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും കാണാനില്ല. മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്നു എന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യയെയും മകനെയും കാണാനില്ല, എനിക്ക് എൻ്റെ മകനെയെങ്കിലും തിരിച്ചു വേണം. ആ ഒരൊറ്റ വാക്കിൽ നിന്ന്, ആ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഭാര്യ, ആ മോള് എങ്ങും കാണാതെ പോയതല്ല, അതായത് ആരും തട്ടിക്കൊണ്ട് പോയതല്ല, അവളായിട്ട് ഇറങ്ങിപ്പോയതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആയിക്കോട്ടെ, പൊക്കോ, ഭർത്താവ് 2 വർഷമായിട്ട് അവിടെയല്ലേ, കടിമൂക്കുമ്പോൾ എല്ലാവർക്കും ഇല്ല കേട്ടോ ഈ പ്രശ്നം. എല്ലാ സ്ത്രീകൾക്കും ഇല്ല ഈ പ്രശ്നം. ഭർത്താക്കന്മാർ ഗൾഫിൽ ഉള്ള ഒരുപാട്, ഗൾഫിലെന്നല്ല വിദേശത്തുള്ള, ഇപ്പോൾ യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ, ഫാമിലി നാട്ടിൽ, ഭർത്താവ് അവിടെ, അല്ലെങ്കിൽ ഭാര്യ എവിടെ, ഭർത്താവും പിള്ളേരും ഇവിടെ, അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഈ ഒരു പ്രശ്നമില്ല. കാരണം ചില ഭാര്യമാർക്ക് അവരുടെ ഭർത്താവാണ് എന്നും ആ മനുഷ്യൻ മതി. അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാർ അവരെ മതി, വേറെ ആരെയും വേണ്ട, ഒരു സുഖം തേടി എങ്ങും പോകത്തില്ല അവർ. പക്ഷെ ചില അവളുമാരുണ്ട്, മനസ്സിലായോ? 2 വർഷമൊക്കെ ഭർത്താവിനെ കാണാതിരുന്നാൽ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വേറെ ഏതെങ്കിലും ഒരുത്തൻ ചിരിച്ചു കാണിച്ചാൽ പിന്നെ അവൻ്റെ കൂടെ. പൊയ്ക്കോ ഷഹല, നീ പൊയ്ക്കോ. പോയി. നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ ആ വാർത്ത. ആ കുഞ്ഞിനെ, ഇവിടുത്തെ നീതിയുടെ ഒരു ഏൺ പിടിച്ച് ഇവള് പോകും. ആ കുഞ്ഞിനെ ഇവളുടെ കൂടെ തന്നെ വിടത്തേ ഉള്ളൂ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. പക്ഷെ അതല്ല സത്യത്തിൽ സംഭവിക്കേണ്ടത്. ആ മനുഷ്യന്, അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ആ കുഞ്ഞിനെ, ആ പൈതലിനെ ആ മനുഷ്യന് കൊടുക്കണം. ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്കെന്താ പറയാനുള്ളത്? അവളുടെ കൂടെ ആ കുഞ്ഞിനെ വിടണം എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അങ്ങനെ ആയിരിക്കുമോ നിങ്ങൾ പറയാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾ പറയുക. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ഇതൊന്ന് നിങ്ങൾ കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വട്ടം കറങ്ങി കളിക്കുവാണ് ഈ ചേച്ചിയുടെ മുഖം, ഈ ചേച്ചിയുടെ കുഞ്ഞിന്റെ മുഖം. അതായത് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പേര് ഷഹനാസ് എന്നാണ്. ഇവർക്കൊരു 7 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഇവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു, അതായത് 2 വർഷമായിട്ട് ഗൾഫിലാണ് ഇപ്പോൾ. ഇതിനു മുമ്പ്, കല്യാണം കഴിയുന്നതിന് മുൻപും കല്യാണം കഴിഞ്ഞ സമയത്തും ഇദ്ദേഹം, അതായത് ഭർത്താവ് നാട്ടിൽ തന്നെ അല്ലാതെ ചില്ലറ പണിയൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു കുടുംബമായിട്ട്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ മൂലം ഇദ്ദേഹം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം, ലാസ്റ്റ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷത്തോളമായി. കഴിഞ്ഞിട്ട് 2 വർഷത്തിന്റെ ലീവിന് ഇരിക്കവേ ഇദ്ദേഹം നാട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഭാര്യയോടും കുടുംബത്തിനോടൊക്കെ പറഞ്ഞു, അത് ഞാനിങ്ങനെ ലീവിന് വരാനിരിക്കുകയാണെന്ന് പറഞ്ഞു. എങ്ങനെ വരാനിരിക്കവെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടിയെയും കാണാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തി, പോലീസിൽ കേസൊക്കെ കൊടുത്തു, ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നൊരു ഇതാണ് നിഗമനം വന്നിരിക്കുന്നത്. ഇപ്പൊ അടുത്ത എനിക്കൊന്ന് നാളെ തിങ്കളാഴ്ചയോടെ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ എന്തായാലും ഒരു കോടതിയിൽ ഹാജരാകുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സംഭവം, ഈ സ്ത്രീ എവിടെ പോയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ അവിടെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ ഒരു പുള്ളിക്കാരനായിട്ട് ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 കുട്ടികളും ഭാര്യ ഉള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് അയാൾ അദ്ദേഹമെന്നോ അവനെയൊക്കെ അത്ര ബഹുമാനത്തോടു കൂടി വിളിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, അവൻ ഈ ഒരു സ്ത്രീയായിട്ട് പോയതിന് ഞാൻ അവനെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അവനൊരു കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവൻ 3 പിള്ളേരുടെ അച്ഛനായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ ഒന്നും പറയാൻ പോകത്തില്ല, ഇവളെ മാത്രമേ പറയത്തുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവനെയും വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല. നല്ല അവനെ ആട്ടണമെന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. കാരണം 3 കുട്ടികൾ, ആ കുട്ടികളെ ഓർത്താൽ മതി. അവൻ്റെ ഫാമിലി ലൈഫിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇനിയിപ്പം ചില ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ ഇവനും ഇവളും ഒക്കെ വന്ന് പറയാൻ പോകുന്നത്, ഇക്കാക്കാൻ്റെ
അതായത് ആരുടെ കൂടെയാണോ പോയത് അവൻ്റെ കുടുംബത്ത് പ്രശ്നമായിരുന്നു, എൻ്റെ കുടുംബത്തും പ്രശ്നമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചങ്ങ് പ്രശ്നങ്ങളൊക്കെ തീർത്ത് സുഖിക്കാമെന്ന് വിചാരിച്ചു എന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഈ പുന്നാരമോളൊരു കാര്യം മനസ്സിലാക്കുക. അവൻ നിൻ്റെ കൂടെ വന്നപ്പോൾ അവൻ്റെ പിള്ളേരെ എടുത്തുകൊണ്ട് വന്നോ? ഇല്ല. നീ പിന്നെന്തിനാണ് നിൻ്റെ ആ പൈതലിനെ എടുത്തുകൊണ്ട് പോയത്? അവൻ്റെ ഭാര്യയ്ക്ക് ആ 3 പിള്ളേരെ ഏൽപ്പിച്ച ചവൻ പോയി. അവൻ അത്രേ ഉള്ളൂ. അവനല്ലാതെ വേറെ സ്നേഹം കൂടുതലായിട്ട് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്താ ആ പൈതലിനോട് ഇത്ര സ്നേഹം? നിൻ്റെ മാത്രം കുട്ടിയല്ലല്ലോ. അതിനൊരു പിതാവില്ലേ അയാൾക്ക്? പിന്നെ നിയമത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിൻ്റെ കൂടെ അല്ലേ വിടത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഒരു കാലത്ത് ആ പൈതലിന് അത്യാവശ്യം വിവേകം വരുന്ന ഒരു സമയത്ത് നിന്നെ ഇട്ട ചവൻ പോകും, ഉറപ്പായിട്ടും പോകും. നിൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. സംസാരിച്ചിരിക്കുന്നതൊക്കെ ഫോൺ വഴിയായിരിക്കുമല്ലോ. അപ്പൊ ആ ഫോൺ വഴിയുള്ള സംഭാഷണത്തിലായിരിക്കും നിങ്ങൾ വീണ് പോയിരിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ മനസ്സ് കൈവിട്ട് നിങ്ങൾ അയാളിലോട്ട് വീണത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇയാൾക്ക് നിങ്ങള് ഇപ്പൊ കൂടെ പോയേക്കണ ലവനുണ്ടല്ലോ, അയാൾക്ക് അയാളുടെ ഭാര്യനെയും കുടുംബത്തിനെയും നിങ്ങളെ കണ്ടുപോലെ, നിങ്ങളോട് പെരുമാറിയതുപോലെ, നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്തുകൊണ്ട് ആ പഞ്ചാര വാക്കുകൾ എന്തുകൊണ്ട് സ്വന്തം ഭാര്യ എടുത്ത് കാണിക്കാൻ തോന്നിയില്ല? അപ്പൊ കണ്ടവന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ കാണിച്ച് അവരെ സോപ്പിലാക്കി അവരെ അങ്ങ് കടത്തിക്കൊണ്ടുപോകാം. എന്നിട്ട് സ്വന്തം ഭാര്യയോട് ഇതൊന്നും ഇല്ല. അങ്ങനെ സ്വന്തം ഭാര്യനെ ഗൗനിക്കാത്ത ഒരാളുടെ കൂടിയാണ് ഇപ്പൊ നീ പോയിരിക്കുന്നത്. നിങ്ങൾ എന്തുറപ്പോടെ നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കും? നിങ്ങൾ എന്തുറപ്പോടെ ജീവിക്കും? സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യനെയും ചതിക്കുന്ന അയാളുടെ കൂടെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോ ഈ പറയുന്ന അയാള് ആ പെണ്ണിന്റെ പുറകെ പോകത്തില്ലേ? അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ നിങ്ങൾ ചതിച്ചത് നിങ്ങളുടെ ഭർത്താവിനും കൂടെയാണ്. അത് നിങ്ങൾ ഓർക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഈ പുറംനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ പുറംനാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് അത് അത്ര വലിയ സുഖമുള്ളതല്ല. നല്ല കഷ്ടപ്പാട് തന്നെ. അവിടെ പോയി ജീവിക്കുന്ന ഓരോരുത്തർക്കും, അതും ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ നേരത്ത്, അതായത് ഒറ്റയ്ക്ക് പോയി അവിടെ പോയി കഷ്ടപ്പെടാൻ നേരത്ത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല. അതൊന്നും അറിയാതെ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ഈ ജീവിച്ചു പോകുന്നത്. നിങ്ങളിപ്പോ നല്ല അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിലായിരിക്കാം നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത്. എന്തായാലും നമിച്ചു. ഇത്രയും അവിഹിത കൊലകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോലും അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ലല്ലേ? അതിലൊരാളാവാതിരിക്കട്ടെ നിങ്ങൾ. എന്തായാലും അത്രേ നമുക്കിപ്പോ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ നാളെ വന്നത് കോടതിയിൽ ഹാജരാകുമായിരിക്കും. എനിക്കിങ്ങനെ താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോയത് എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കും. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുഞ്ഞ് നല്ല ജീവിതം ജീവിക്കട്ടെ. അല്ലാതെ നിങ്ങളുടെ കൂടെ വന്ന ഈ മറ്റേ ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത്. നല്ല മനസ്സ് അവക്ക് അല്ലേ? നല്ല മനസ്സ് അല്ല. ഈ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോൾ ആ ഷഹല എന്ന് പറയുന്ന മോള് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ്റെ കയ്യിലാണ് തെറ്റ്. അതായത് ആ മനുഷ്യനെന്ന് ഞാൻ ഉദ്ദേശിച്ച മറ്റേ നാറി. ഓക്കെ, ഇവളുടെ കൂടെ പോയവൻ, അവനെ മാത്രമായിട്ട് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇവിടെ തെറി പറയണ്ട. രണ്ടിൻ്റെ കയ്യിലും മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ നല്ല മനസ്സ് അല്ലെങ്കിൽ ഒരു ഇത്തിരിയെങ്കിലും ഒരു തുള്ളിയെങ്കിലും മനസാക്ഷി കുത്ത് അവക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആ ഭർത്താവിനെ വേണ്ടാന്ന് വെച്ചിട്ട് അവൾ ചിലപ്പോൾ വേറൊരാളുടെ പോയേനെ. അതാണ് മാന്യത അല്ലേ? വേണ്ട, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് വേറൊരാളുമായിട്ട് ഒരു ചെറിയ അഫെയർ ഉണ്ട്, സോ നമുക്ക് മാന്യമായിട്ട് നമുക്കിത് പറഞ്ഞ് തീർക്കാം, അതിനുശേഷം ഞാൻ മറ്റേ ആളുടെ പോകും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഉണ്ട് മനസ്സിലാക്കാൻ വേണമെങ്കിൽ. തെമ്മാടിത്തരമാണ് അപ്പോഴും. തെമ്മാടിത്തരം ഇല്ലാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ പറ്റുന്നില്ല, രണ്ടുപേരും മാന്യമായിട്ട് ഡിവേഴ്സ് ചെയ്യുക, അതിനുശേഷം വേറൊരാളെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ അയാൾ ഓക്കെ ആണെങ്കിൽ അയാളുമായിട്ട് ജീവിക്കുക. ഒരു തെറ്റും അതിനകത്ത് ഞാൻ പറയില്ല. അതാണ് ചെയ്യേണ്ടത്. രണ്ടു പേർക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാന്യമായിട്ട് ഡിവേഴ്സ് ചെയ്യുക. അടുത്ത ഒരാൾ ലൈഫിൽ വരികയാണെങ്കിൽ അയാളുമായിട്ട് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് മുന്നോട്ട് പോവുക. ഒരു തെറ്റും ഞാൻ അതിൽ പറയില്ല. പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് രണ്ടുപേരും, ഷഹലയാണെങ്കിലും അവളുടെ കൂടെ പോയ മറ്റവനാണെങ്കിലും ശരി, അവനെ ഞാൻ ഒരിക്കലും അവൻ മാത്രമാണ് തെറ്റുകാരൻ, ആ സാധനത്തിനോടാണ് ഞാൻ യോജിക്കാത്തത്. അവനും തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 3 പിള്ളേരുണ്ടേ അവന്. അത് മറക്കരുതായിരുന്നു. അവൻ പിടികിട്ടിയോ? പിന്നെ അവൻ്റെ ഫാമിലിയിലെ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല അവൻ്റെയൊക്കെ ഫാമിലിയിലുള്ള പ്രശ്നമാണെന്ന്. കാരണം കടി അതായിരിക്കും പ്രശ്നം, അല്ലാതെ വേറൊന്നും ആണെന്ന് തോന്നുന്നില്ല എനിക്ക്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. പ്രവാസികൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ഒരുപാട് പേര്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് അവിടെ പോയി കഷ്ടപ്പെടുക. നാട്ടിലെന്താ വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ ഭാര്യയും എൻ്റെ പിള്ളേരും അവിടെ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നൊരു സാധനത്തിൻ്റെ പുറത്തായിരിക്കും അവിടെ കിടന്ന് പണിയെടുക്കുന്നത്. പക്ഷേ അവസാനം എന്താ അവർക്ക് കിട്ടുന്നത്? ഇതോ? നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വേറൊരുത്തൻ്റെ കൂടെ പോയി എന്നുള്ളൊരു വാർത്തയോ? സഹിക്കാൻ പറ്റുമോ അവർക്ക്? ഇതിപ്പോൾ പുരുഷൻ മാത്രമല്ല,
ഒരു സ്ത്രീ ആണെങ്കിൽ പോലും സ്വന്തം ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി അവർ ചിലപ്പോൾ നാട്ടിലായിരിക്കും, സ്ത്രീ അവിടെ ചിലപ്പോൾ കൂടുതലും നേഴ്സുമാരൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും, ഓവർനൈറ്റും എല്ലാം. ലാസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ സ്വന്തം ഭർത്താവ് വേറൊരാളുടെ കൂടെ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവരുടെ അവസ്ഥ? നമുക്കിനി വേറൊരു വീഡിയോ കാണാം. ഞാനൊരു 7 സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എന്റെ ഭാര്യയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണാൻ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിൽ. സഹോദര, നിങ്ങളുടെ വാക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിയതാണെന്ന്. ഈ പോസ്റ്റ് ഞാൻ കുറെ നാളുകളായി കാണാൻ സാധിക്കുന്നു. ഈ സ്ത്രീ ഏകദേശം 16-ാം തീയതി മുതലേ ഈ പോസ്റ്റ് കാണുന്നുണ്ട്. ഈ കുട്ടിയെയും ഈ സ്ത്രീയെയും കാണുവാനുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാൻ വിജയിച്ചതാണ് ഈ സ്ത്രീ ഒളിച്ചോടി പോയതാണ് എന്നുള്ളത്. ഈ ഒളിച്ചോടി പോയ ഭാര്യയെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. മുമ്പ് ഇവളും ഒളിച്ചോടി പോയ ഒരു സ്ത്രീയായിരുന്നു. അവസാനം ഡ്രഗ് കേസിലും പല കേസുകളിലും പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെ നിങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ പല ആളുകളും ഒളിച്ചോടി പോയ ഈ മക്കളെയും മകനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല കേസുകളിലും ഡ്രഗ് കേസുകളും പല ലോഡ്ജുകളിലും ഈ മക്കളെയും കൂട്ടിയിട്ട് ഇവന്മാർ പോകും. അവസാനം ഇവരൊക്കെ ഗതി നിങ്ങൾക്കറിയാലോ, ലഹരി കേസിലൊക്കെ പിടിക്കപ്പെട്ട് ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ പിച്ചെടുക്കുകയോ ഇതല്ലാതെ വേറൊരു ഗതി വരില്ല. അതുകൊണ്ട് ഒളിച്ചോടി പോയ ഭാര്യയെ പറ്റിയിട്ട് പിന്നെ അവസാനം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ നിയമപരമായിട്ട് കാര്യങ്ങൾ നേരിടുക. കാരണം അവൾക്ക് ഒരു ഗതിയുമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീടും സ്ഥലവും, കാരണം നിങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും നിങ്ങൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരെ നിയമപരമായിട്ട് നേരിടും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. മാത്രമല്ല ഈ 13 പവനും ഏകദേശം ഡ്രസ്സും ഒക്കെ എടുത്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അവരുടെ വോയിസിലും സംസാരത്തിലും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവരുടെ കുടുംബക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. അവരുടെയും കൂടി സപ്പോർട്ടോട് കൂടി അല്ലാതെ ഇവർ ഇങ്ങനെ പോവാൻ നിൽക്കില്ല. നിങ്ങളുടെ പ്രവാസ ലോകത്ത് നിന്ന് ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും കട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അനുഭവം അനുഭവിക്കും. ഇതുപോലെ തന്നെ ഇവളും ഒരു പ്രാവശ്യം പോയി. അവസാനം ലഹരി കേസിൽ മാഹിയിൽ വെച്ച് പിടിക്കപ്പെട്ടു, ജയിലിലേക്ക് പോയി. കാമുകമാരുടെ നിരകളാണ് ഇവർക്ക്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ കൂട്ടത്തിൽ മക്കളാണ് ഇവർക്ക് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് നിങ്ങൾ സൂക്ഷിക്കാം. അതുകൊണ്ട് മക്കളെ എങ്ങനെയെങ്കിലും സ്വന്താക്കാൻ നോക്കിക്കോ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു പാവം പൈതലാണത്, വലിയ പ്രായമൊന്നുമില്ല. അത് ഈ ഒരു വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും ആരും പറഞ്ഞു വരരുത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഏതെങ്കിലുമൊക്കെ കേസിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിൽ നിന്ന് വരെ ഇവളെയൊക്കെ ചിലപ്പോൾ പൊക്കിയേക്കാം. കൂടെ പോയവൻ അല്ലെങ്കിൽ ആരുടെ കൂടെയാണോ ഇവള് പോയത് അവൻ എന്താണെന്ന് ഏകദേശം 6-7 കൊല്ലത്തോളം ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചതാണ്. എന്നിട്ടാണ് അയാളോട് ഈ പരിപാടി കാണിച്ചത്. കുറച്ച് നാൾ ഒരു നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് കണ്ടപ്പോൾ ഒരുത്തൻ്റെ കൂടെ പോയവൾ അവൻ എന്തായിരിക്കും എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ചിലപ്പോൾ ഒരു കടി, അവൻ്റെയും കടി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേണ്ടെന്ന് തോന്നുമ്പം അവൻ തള്ളിക്കളയും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കായിട്ട് പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പല സാധനങ്ങളുടെ കച്ചവടം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് പോലീസുകാർ പിടിക്കും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ വൃത്തികെട്ട ചീഞ്ഞു നാറിയ കേസായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ പൈതലിനെ ഇവളുടെ കൂടെ വിടരുത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഉച്ചയായി. നമുക്കറിയില്ല നാളത്തേക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഏതെങ്കിലും മീഡിയ ചാനലിലൂടെയൊക്കെ വരണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആളുകൾ അറിയണം ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന്. പിടികിട്ടില്ല, ഇത് ആളുകൾ അറിയണ്ടേ. പക്ഷേ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് പോലും ഇതിന് കവർ ചെയ്യുമോ, ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുമോ എന്നറിയില്ല. ആർക്കെങ്കിലും ഇവരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെങ്കിലും നമ്മളെ ഒന്ന് അറിയിക്കുക. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. ആ വ്യക്തിക്ക് നീതി കിട്ടുമോ? ആ വ്യക്തിക്കാണ് നീതി കിട്ടേണ്ടത്. ആ പൈതലിനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ മാത്രം വിട്ടാൽ മതി. ഒരു കാരണവശാലും അവളുടെ കൂടെ വിടരുത്. വിട്ടുകഴിഞ്ഞാൽ നാളെ ആ പൈതലിനെ കൂടെ ചിലപ്പോൾ ഇവരുടെ എന്തെങ്കിലും ബിസിനസ്സിനകത്തോട്ടൊക്കെ, മനസ്സിലായില്ലേ, പല നേരത്തെ കേട്ട പോലത്തെ ഉള്ള പരിപാടികളിലേക്കൊക്കെ ചിലപ്പം അവൾ ഇവനെയും കൊണ്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ പൈതലിനെയും കൂടെയും അവർ ഇറക്കിയേക്കും അതിനകത്തൊക്കെ. അത് ശരിയാണോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടിയാണ്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ആ പൈതലിനെ ഇവളുടെ ഈ മോളുടെയും ആ പൈതലിൻ്റെ ഉമ്മ എന്ന് പറയുന്ന ഒരു മോളുടെ കൂടെയും അവൾ ആരുടെ കൂടെയാണോ പോയത് ആ മോൻ്റെ കൂടെയും ഒരിക്കലും ജീവിക്കാൻ ആ പൈതലിനെ സമ്മതിക്കരുത്. സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ അതിന് ഉമ്മയുടെ കൂടെ നിൽക്കണമെന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ നിന്നാൽ, അതിന് അറിവില്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ നിന്നാൽ ഇതൊരു പ്രത്യേക ഒരു കേസായിട്ട് തന്നെ ഇവിടുത്തെ കോടതികൾ കാണണം. പ്രത്യേകിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്, ഡിവോഴ്സ്ഡ് പോലും ആകാതെ. അതും അവനും ഒരു 3 പിള്ളേരുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് കണക്കിലെടുത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂയിലെങ്കിലും, ഇങ്ങനെയുള്ള പ്രത്യേക കേസസിലെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള നീതി കൊടുക്കണം.
അല്ലാതെ അവൾ ഉമ്മയാണ്, അതുകൊണ്ട് തന്നെ അവൾക്കാണ് ഫുൾ റൈറ്റ്സ്, അവളുടെ കൂടെ പോട്ടെ എന്നും പറഞ്ഞാൽ കുഞ്ഞിനെയൊക്കെ തള്ളി വിട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാളെ ഏതവസ്ഥയിൽ ആ കുഞ്ഞിനെ ഇവിടുത്തെ സമൂഹം കാണേണ്ടി വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയെ തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത്. അല്ലെങ്കിൽ ഞാനിതാ വീണ്ടും പറയുന്നത്, 3 പൈതലുകളെ ഇട്ടിട്ട് വന്ന അവൻ ഇവളുടെ ഈ പൈതലിനെ സ്വന്തം മോനെ പോലെ നോക്കുമെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അതിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു, ഒരുപാട് കമൻറ്റുകൾ, പ്രത്യേകിച്ച് പ്രവാസികൾക്കാണ് ഇത് കൂടുതലായിട്ട് സങ്കടം തോന്നുന്നത് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ. കാരണം ഒരുപാട് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ അവിടെ താമസിക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു പ്രവാസിക്കും സ്വന്തം ഭാര്യയും മക്കളെയൊക്കെ നാട്ടിൽ നിർത്തിയിട്ട് സമാധാനത്തെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും കടവും പിടവും മേടിച്ച് ഭാര്യയൊക്കെ, വിശ്വാസം ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, പേടി കൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? പേടി കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ആ അവസ്ഥ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുമോ അവർക്ക്? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.